Hello dears, welcome back to ISKSC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ മൊത്തം നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ നോക്കൂ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഇമെയിൽ റെസ്പോൺസസ് എന്നുള്ളതാണ്. അതായത് ഇമെയിൽ റെസ്പോൺസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിലിലൂടെ റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഇമെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. At present, formal written communications are mainly processed through emails. ഈ ഒരു കാലഘട്ടത്തിൽ ഫോർമൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത് ത്രൂ ഇമെയിൽസിലൂടെയാണ് നടക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ദ ഈസ് ഓഫ് ആക്സസിബിലിറ്റി ആൻഡ് ദി സ്പീഡ് ഓഫ് ഡെലിവറി. 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ആക്സസിബിലിറ്റി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് സ്പീഡ് ഓഫ് ഡെലിവറി. അതായത് നമ്മളൊരു ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ തന്നെ ഉദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഈസ് ഓഫ് ആക്സസിബിലിറ്റി, അതിനുള്ള എളുപ്പം. ഒരു ഇമെയിൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ്. അതാണ് ഈസ് ഓഫ് ആക്സസിബിലിറ്റി. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ഡെലിവറി, അതിൻ്റെ വേഗത. മേക്ക് ദം ദ ബെസ്റ്റ് ചോയ്സ് ഫോർ. ഈ 2 കാര്യങ്ങളാണ് ഇമെയിലിനെ ബെസ്റ്റ് ചോയ്സ് ആക്കി മാറ്റുന്നത്. ഫോർ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻസ്. അതായത് രണ്ടിലും, അതായത് ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ, ഏതായിക്കോട്ടെ, പേഴ്സണൽ ആണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആണെങ്കിലും 2 കമ്മ്യൂണിക്കേഷനിലും. ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാണെങ്കിലും ശരി. കാരണം എന്ന് വെച്ചാൽ ഏതൊരാൾക്കും എന്താണ് കാര്യം വേഗം നടക്കണം, അല്ലേ? അപ്പൊ ഇതിന്റെ പ്രത്യേകത അതാണ്. അതായത് സ്പീഡ് ഓഫ് ഡെലിവറി, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലേക്ക് മെസ്സേജ് ഡെലിവർ ചെയ്യും, മെസ്സേജ് എത്തും. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റിപ്ലൈ ഇമെയിൽ? എന്താ റിപ്ലൈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ? അതായത് 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റിപ്ലൈ ഇമെയിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റിപ്ലൈ ഇമെയിൽ. എ റിപ്ലൈ ഇമെയിൽ ഈസ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ആൻസേഴ്സ് അനദർ ഇമെയിൽ. അതായത് മറ്റൊരു ഇമെയിലിന് നമ്മൾ ഉത്തരമായിട്ട് അയക്കുന്ന ഇമെയിൽ. അപ്പം നമുക്കൊരു ഇമെയിൽ വന്നു, അതായത് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കൂലേ, റിപ്ലൈ എന്നുള്ളതിന് പറയാം. അതന്നെ സംഭവം. എ റിപ്ലൈ ഇമെയിൽ ഈസ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ആൻസേഴ്സ് അനദർ ഇമെയിൽ. അത് മറ്റൊരു ഒരു ഇമെയിലിൻ്റെ ആൻസർ ആയിരിക്കും. അതായത് ഒരു ഇമെയിലിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഒരു ഇമെയിലിനുള്ള മറുപടി ആയിരിക്കും അത്. ഇതിനാണ് നമ്മൾ എന്തു പറയുന്നത്? റിപ്ലൈ ഇമെയിൽ എന്ന് പറയാം. This kind of email will be required for daily practices both on professional and personal levels. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് റിപ്ലൈ ഇമെയിലുകൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ പേഴ്സണൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് ലെവലിൽ വളരെയധികം ആവശ്യമായി വരുന്നുണ്ട്. കണ്ടോ, ദിസ് കൈൻഡ് ഓഫ് ഇമെയിൽ വിൽ ബി റിക്വയേർഡ്. ഇത്തരത്തിലുള്ള ഇമെയിൽ ആവശ്യമായിട്ട് വരും. റിക്വയേർഡ് ഫോർ ഡെയിലി പ്രാക്ടീസസ് ബോത്ത് ഓൺ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽസ്. 2 ലെവലിലും. ഇപ്പൊ പേഴ്സണൽ ലെവലിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ പ്രൊഫഷണൽ ലെവലിലാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ഇമെയിൽ നമുക്ക് പലപ്പോഴും അയക്കേണ്ടത് ആവശ്യമായിട്ട് വരും. ദിസ് കുഡ് ബി എ മെയിൽ. ഇതൊരു മെയിലായിരിക്കും. ദാറ്റ് മീൻസ് റിപ്ലൈ മെയിൽ ഒരു മെയിലായിരിക്കും, ഒരു ഇമെയിൽ ആയിരിക്കും. അതും എങ്ങനെയായിരിക്കും? അക്നോളേജിങ് എ മീറ്റിംഗ്.
അതായത് ഒന്നുകിൽ നമുക്ക് ഇങ്ങോട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, അപ്പോൾ ആ മെയിലിലെ വിഷയം ഒരു മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് അക്നോളേജ് ചെയ്തിട്ട് അത് അംഗീകരിച്ചിട്ട് നമ്മൾ തിരിച്ചയക്കുന്ന മറുപടി, അല്ലെങ്കിൽ അപ്രൂവിങ് എ ജോബ് അപ്ലിക്കേഷൻ, അതായത് ഒരു ജോബ് അപ്ലിക്കേഷൻ, ജോബിനുള്ള ഒരു അപേക്ഷ അയച്ചു, അപ്പോൾ അതിന് അപ്രൂവ് ചെയ്തിട്ട് വരുന്ന ഒരു മറുപടി, അല്ലെങ്കിൽ റെസ്പോണ്ടിങ് ടു എ ക്വറി. ക്വറി മീൻസ് ഒരു കാര്യം അന്വേഷിക്കുക, ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ക്വറി മീൻസ് ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരാൾ ഒരു ഇമെയിൽ അയച്ചു, ഒരു മെയിൽ, ആ മെയിലിനുള്ള മറുപടി ആയിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഓർ ഡിനേയിങ് ആൻ ഇൻവിറ്റേഷൻ ഓർ എഗ്രിമെന്റ്, അതല്ലെങ്കിൽ ഒരു ക്ഷണം, നമ്മളെ എന്തെങ്കിലും ഒരു പാർട്ടിക്കോ മറ്റോ നമ്മളെ ക്ഷണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും, ഇവിടെ പറയുന്നത് ഡിനേയിങ്, അത് നിഷേധിച്ചിട്ട്, കാരണം എന്തോ ആൾക്ക് എത്താൻ കഴിയണ്ടായിരിക്കില്ല. അപ്പൊ എന്താണെങ്കിലും ഇത്തരത്തിൽ അയക്കുന്ന മെയിലുകളാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ 2 ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു. 2 ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് ഇമെയിലിന്റെ റെസ്പോൺസസ് മെയിലിന്റെ റെലവൻസ്, പ്രാധാന്യം. അടുത്തത് എന്താണ് റിപ്ലൈ ഇമെയിൽ. ഇത്തരത്തിൽ ഞാൻ 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു. അതായത് 2 മാർക്കിനും 1 മാർക്കിനും എഴുതാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതാണ് നമ്മളെ പ്രധാന ചോദ്യം. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇമെയിൽ റെസ്പോൺസസ്? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഇമെയിൽ റെസ്പോൺസുകൾ? ഇത് കഴിഞ്ഞ എക്സാമിന് 10 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. എക്സാമ്പിൾ സഹിതം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാ ചോദിച്ചത്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഇമെയിൽ റെസ്പോൺസസ്? നോക്കൂ, ദ ഇമെയിൽ റെസ്പോൺസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ബ്രോഡ് കൈൻഡ്സ്. അതായത് 2 വിശാലമായ അർത്ഥത്തിൽ ഇമെയിൽ റെസ്പോൺസസിനെ നമ്മൾ തരം തിരിക്കുകയാണെങ്കിൽ, ക്ലാസിഫൈഡ് ഇൻ ടു 2, നമുക്ക് 2 ആയിട്ട് തരം തിരിക്കാൻ കഴിയും. The email responses can be classified into 2 broad kinds. വിശാലമായ അർത്ഥത്തിൽ ഇമെയിൽ റെസ്പോൺസസിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഒന്ന് ഓട്ടോ റിപ്ലൈ, മറ്റൊന്ന് പേഴ്സണൽ റിപ്ലൈ. ഒന്നെന്താ? ഒന്നാമത്തേത് ഓട്ടോ റിപ്ലൈ, രണ്ടാമത്തേത് പേഴ്സണൽ റിപ്ലൈ. നമുക്ക് ഓരോന്നിടത്തിലൊന്ന് ജസ്റ്റ് എന്താ നോക്കാം. ഒന്ന് ഓട്ടോ റിപ്ലൈ. എന്താ ഈ ഓട്ടോ റിപ്ലൈ എന്ന് പറഞ്ഞാൽ? ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈ. ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈ, അതാണ് ഓട്ടോ റിപ്ലൈ. ഇനി നോക്കൂ, എന്താണത്? ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈസ് ആർ സെൻഡ്. ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈകൾ അയക്കുന്നത് ഓട്ടോമാറ്റിക്കലി, എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കലി ടു റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട ആള്, ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആണ് ഇത്തരം മെയിലുകൾ അയക്കാം. അപ്പോൾ ഓട്ടോമാറ്റഡ് ഇമെയിൽ റിപ്ലൈസ് ആർ സെൻഡ് ഓട്ടോമാറ്റിക്കലി ടു റെസിപ്പിയന്റ് വിത്തൗട്ട് ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്. ഇതിൽ മനുഷ്യന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. മനുഷ്യൻ ഇടപെടാതെ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച കാര്യം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചില സംഭവങ്ങളിലേക്കൊക്കെ വാട്സപ്പിൽ എന്തെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റെസ്പോൺസ് വരും അല്ലേ? അതുപോലെ മെയിലിൽ 2 തരം മെയിലിൽ ഒന്നാണ് എന്ത്? ഓട്ടോമേറ്റഡ് റെസ്പോൺസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തൗട്ട് ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ റെസിപ്പിയന്റിന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരിക? മറുപടി വരിക, മെയിൽ വരിക കേട്ടോ. ഇനി ദോ ദേ ആർ സെൻഡ് ഓട്ടോമാറ്റിക്കലി, ഇത്തരം മെയിലുകൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അയക്കുന്നതെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഫെൽറ്റ് ആസ് എ റിപ്ലൈ സെൻഡ് ബൈ എ ഹ്യൂമൻ. ഒരാൾക്കത് വായിക്കുമ്പോൾ, വായിക്കുന്ന ആൾക്ക് എന്ത് തോന്നണം? ഇതൊരു മനുഷ്യൻ അയച്ച പോലെ തോന്നണം. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു മെയിൽ അയക്കുകയാണ്. അപ്പം ആ മെയിലിൽ നമുക്കൊരു ഓട്ടോമാറ്റഡ് റെസ്പോൺസ് വരികയാണ്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നണം? ഒരാൾ അയച്ച പോലെ നമുക്ക് തോന്നണം. കാരണം അങ്ങനെ തോന്നിയാലേ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അല്ലേ? സംഭവം ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഫെൽറ്റ്. എങ്ങനെ തോന്നണം?
ഫെൽറ്റ് ആസ് എ റിപ്ലൈ സെൻഡ് ബൈ എ ഹ്യൂമൺ. ഒരു ഹ്യൂമൺ അയച്ചതുപോലെ തോന്നണം, സെൻഡ് ബൈ എ ഹ്യൂമൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ. ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും ഇത് വളരെ അനിവാര്യമാണ്. എന്ത്? ടു കൺസിഡർ ദ മെയിൽ സെൻഡേഴ്സ് ഫീലിങ്സ് ബിഫോർ സെറ്റിംഗ് ആൻ ഓട്ടോമാറ്റിക് റെസ്പോൺസ്. നമ്മളൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് സെറ്റ് ചെയ്യുന്നതിന് മുൻപ് മെയിൽ സെൻഡർ ഉണ്ടല്ലോ, ആ മെയിൽ അയച്ച ആളുണ്ടല്ലോ, അയാൾക്ക് റിപ്ലൈ ആയിട്ട് നമ്മളൊരു ഓട്ടോമാറ്റിക് മെയിൽ റെസ്പോൺസ് സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ സെൻഡറുടെ ഫീലിങ്സിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയക്കുകയാണെങ്കിലും ഇത് കിട്ടുന്ന ആൾ എന്തല്ല, ഒരു മെഷീൻ അല്ല, ഒരു മനുഷ്യനാണ്. അയാളൊരു മെഷീനാണോ? അല്ല. അപ്പം അതുകൊണ്ട് അയാളുടെ ഫീലിങ്സിനെ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പരിഗണിക്കണം? മെയിൽ സെൻഡേഴ്സ് ഫീലിങ്സ്, മെയിൽ സെൻഡറുടെ അപ്പോസ്ട്രോഫി ആണ് കേട്ടോ, മെയിൽ സെൻഡേഴ്സ് ഫീലിങ്സ് ബിഫോർ സെറ്റിംഗ് ആൻ ഓട്ടോമാറ്റിക് റെസ്പോൺസ്. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണെങ്കിൽ പോലും അത് സെറ്റ് ചെയ്യാൻ. ഇനി ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം വരും, അതാണ് ഇനി ഞാൻ പറയുന്നത്. ദ എലമെന്റ്സ് ഫോർ ഓട്ടോ റിപ്ലൈ ഇമെയിൽസ്. ഒരു ഓട്ടോ റിപ്ലൈ എലമെന്റ്, ഒരു ഓട്ടോ റിപ്ലൈ ഇമെയിലിന്റെ എലമെന്റ്സ് ഉണ്ടോ? ദ എലമെന്റ്സ് ഫോർ ഓട്ടോ റിപ്ലൈ ഇമെയിൽസ്. അപ്പോൾ ഓട്ടോ റിപ്ലൈ ഇമെയിൽസ് എന്തൊക്കെയാണ് അതിൻ്റെ എലമെന്റ്സ്, എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? അതിന് തലയും വാലും ഇതൊക്കെ വേണ്ടേ? അപ്പൊ എന്തൊക്കെ വേണം? ഒന്നാമത്തേത് ഗിവ് എ സ്യൂട്ടബിൾ സബ്ജക്റ്റ് ലൈൻ. ഒന്നാമത് വേണ്ടത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും അതിന് അനുയോജ്യമായ ഒരു സബ്ജക്റ്റ് ലൈൻ വേണം. ദ സബ്ജക്റ്റ് ലൈൻ പ്രൊവൈഡ്സ് the recipient an idea of what would be in the body of the mail. അതായത് ആ ഒരു സബ്ജക്റ്റ് ലൈനിൽ നിന്നും ആ ഇമെയിലിന്റെ റെസിപ്പിയന്റിന് ആ ഇമെയിലിന്റെ ഉള്ളിൽ എന്താണെന്ന് ഒരു ഐഡിയ ലഭിക്കും. ജസ്റ്റ് സബ്ജക്റ്റ് ലൈൻ വായിച്ചാൽ തന്നെ ഈ ഇമെയിലിന്റെ അകത്ത് എന്താണെന്ന് റെസിപ്പിയന്റ്, അതായത് സ്വീകരിച്ച ആള്, ആരാണ് അതിന്റെ സ്വീകർത്താവ്, അയാൾക്ക് ആ മെയിലിന്റെ ഉള്ളടക്കം എന്താണ് അതിനകത്ത് അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പെട്ടി തുറക്കണ പോലെ എന്ത് ചെയ്യണ്ട, തുറന്നു നോക്കൊന്നും വേണ്ട. ദ സബ്ജക്റ്റ് ലൈൻ ഷുഡ് ബി ഫ്രെയിംഡ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ലൈൻ ഉണ്ടല്ലോ അത് ഫ്രെയിം ചെയ്യണം. എങ്ങനെ രൂപപ്പെടുത്തണം? ഇൻ എ വേ ടു urge the recipient to open the mail. അതായത് ആ ഒരു സബ്ജക്റ്റ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ റെസിപ്പിയന്റിന് എന്ത് ചെയ്യണം, ആ ഒരു മെയിൽ ഓപ്പൺ ആക്കാനുള്ള ഒരു തോന്നൽ വരണം. അതായത് റെസിപ്പിയന്റിനെ ഏർജ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കാം. കാരണം സബ്ജക്റ്റ് ലൈൻ കണ്ടാൽ ഇതിനകത്ത് എന്താണ് അത് തുറന്നു നോക്കാൻ തോന്നണം. അത്തരത്തിലുള്ള, കാരണം അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ലൈൻ കണ്ടാൽ പിന്നെ എന്ത് ചെയ്യില്ല, തുറന്നു നോക്കൂല കേട്ടോ. അടുത്ത എലമെന്റ് ദ ഓപ്പണിംഗ് ഓഫ് ദി ബോഡി കണ്ടന്റ്. അതായത് ഓപ്പണിംഗ് ഓഫ് ദ ബോഡി കണ്ടന്റ്. ഇത് നമ്മളതിനെ പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അതായത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടന്റ് എങ്ങനെ തുടങ്ങണം, കണ്ടന്റ് കേട്ടോ, ബോഡി കണ്ടന്റ് എങ്ങനെ തുടങ്ങണം നോക്കൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബിഗിൻ ദ കണ്ടന്റ് വിത്ത് ദ മോസ്റ്റ് അട്രാക്റ്റീവ് വേർഡ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ റീഡർ. അതായത് നമ്മളുടെ റീഡർ ഉണ്ടല്ലോ, റെസിപ്പിയന്റ്, അയാളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, അയാളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ആകർഷകമായിട്ടുള്ള ലൈന് വെച്ച് തുടങ്ങണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്കറിയാം ഒരാളെ ആകർഷിക്കാവുന്ന ഏറ്റവും നല്ല ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ ഏറ്റവും നല്ലത് ആ വ്യക്തിയുടെ പേര് തന്നെയാണ്. ആ വ്യക്തിയുടെ പേര് വെച്ച് തുടങ്ങാണ്. ഇപ്പൊ ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ എന്ന് പറയുമ്പോൾ, റെസ്പോൺസ് പറയുമ്പോൾ അതിൽ പേര് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ. അപ്പൊ അതാണ് പറയുന്നത് there are limitations, കുറച്ച് പരിമിതികളുണ്ട്.
ടു ആഡ് ദ നെയിം ഓഫ് ദി റെസിപ്പിയന്റ്, റെസിപ്പിയന്റിന്റെ പേര് ചേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഓരോ മെയിലിനും എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ ആളുകളുടെ പേര് ചേർക്കേണ്ടി വരും അല്ലെ, അതൊരു പണിയാവൂലേ. അപ്പൊ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സെൻഡാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെയിലുകളെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പേരൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് എളുപ്പമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെൻസ് അതുകൊണ്ട് എല്ലാറ്റിലും പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഏതുപോലെ ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻസ് ലൈക്ക്, അതുകൊണ്ട് ചില അഭിവാദ്യം ചെയ്യുന്ന ചില സംഭവങ്ങൾ, അതാണ് എന്ത് ഗ്രീറ്റ് വിഷ് ചെയ്യൂല അല്ലെ. ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻസ് ലൈക്ക് ഡിയർ ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം, ഡിയർ പോലുള്ള അല്ലെ, ഹലോ ഡിയർ, ഹായ് ഡിയർ, ഇതുപോലുള്ള ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻസ്. കാരണം ഇത് എല്ലാറ്റിലും എല്ലാ മെയിലും എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയി കൊടുക്കാം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അഭിസംബോധനയുടെ ഒരു ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻ നമ്മൾ ഉൾക്കൊള്ളിക്കുക വഴി നമ്മളെ റെസിപ്പിയന്റിന് സന്തോഷം ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ആഡിങ് എ താങ്ക് യു. ഒരു താങ്ക് യു ഫ്രൈസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡിങ് എ താങ്ക് യു ഫ്രൈസ് എന്ത് ചെയ്യുക, തുടക്കത്തിൽ തന്നെ കൊടുക്കുക. കാരണം ഇത് റിപ്ലൈ ആണ്. ഇതെന്താണ്, റിപ്ലൈ അല്ലേ, ഓട്ടോമാറ്റിക് റിപ്ലൈ അല്ലേ. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒടുക്കത്തിലല്ല, തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഒരു താങ്ക് യു അങ്ങോട്ട് കൊടുക്കുക. ആഡിങ് എ താങ്ക് യു ഫ്രേസ് ഇൻ ദ മെയിലിൽ ഒരു താങ്ക് യു ഫ്രേസ് ആഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത് ഈസ് ആൻ എറ്റിക്കറ്റ് ഓഫ് ഇമെയിൽ. അത് എന്തിൽ പെട്ടതാ, ഇമെയിലിന്റെ എറ്റിക്കറ്റയിൽ പെട്ടതാ. ഇമെയിലിന്റെ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എറ്റിക്കറ്റ് നെറ്റിക്കറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇമെയിലിന്റെ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇമെയില് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലേ, അതാണ് ഇമെയിലിന്റെ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ പെട്ടതാണ് എന്ത്, അതായത് നമ്മൾ എങ്ങനെ ഒരു ഇമെയിൽ നല്ല രീതിയിൽ, അപ്പൊ അതിൽ പെട്ടതാണ് എന്ത്, ഇമെയിലിന്റെ എറ്റിക്കറ്റയുടെ ഭാഗമാണ്, അതിൽ പെട്ടതാണ് എന്ത്, ആഡിങ് എ താങ്ക് യു ഫ്രേസ്. ഒരു താങ്ക് യു ഫ്രേസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ അതിന് മടിക്കണ്ട. ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഇമെയിൽ ആണെങ്കിൽ നിങ്ങൾ ഒരു താങ്ക് യു ഫ്രേസ് നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഇനി മേക്കിംഗ് വൺ കസ്റ്റമർ ഹാപ്പി കുഡ് സൈമൾട്ടേനിയസ്ലി മേക്ക് മെനി അതർ ക്ലയൻസ് ഹാപ്പി. അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ ഒരു കസ്റ്റമറിനെ ഹാപ്പി ആക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിലൂടെ നിരവധി ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ നമുക്ക് കഴിയുന്നു. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, മേക്കിംഗ് വൺ കസ്റ്റമർ ഹാപ്പി, ഒരു കസ്റ്റമറിനെ നമ്മൾ ഹാപ്പി ആക്കുന്നതിലൂടെ കുഡ് സൈമൾട്ടേനിയസ്ലി മേക്ക്, അതേ സമയം തന്നെ ഒരേ സമയം, അതാണ് സൈമൾട്ടേനിയസ്ലി മേക്ക് മെനി അതർ ക്ലയൻസ് ഹാപ്പി. അതേ സമയം തന്നെ നമുക്ക് ഒരുപാട് ക്ലയൻസിന് എന്ത് ചെയ്യുന്നു, കാരണം നമ്മൾ വേറെ വേറെ പ്രിപ്പയർ ചെയ്യല്ലോ. ഇനി എങ്ങനെയാണ് നമ്മളൊരു താങ്ക് യു ഫ്രേസ് ആഡ് ചെയ്യുക, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ, താങ്ക്സ് ഫോർ ദ ഇമെയിൽ. ഇത്രയേ ഉള്ളൂ, ഇത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. അതായത് ബിഗിനിങ്ങിൽ തന്നെ എന്ത് കൊടുക്കുക, താങ്ക്സ് ഫോർ ദ ഇമെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഓപ്പനിങ് സംഭവം ഉണ്ടല്ലോ, ഹായ് ഡിയർ, അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക, ആഡിങ് എ താങ്ക് യു ലൈൻ. എങ്ങനെയാ കൊടുക്കുക, ആഡ് ചെയ്യുക താങ്ക് യു ഫ്രേസ്, താങ്ക്സ് ഫോർ ദ ഇമെയിൽ, അത്രയേ ഉള്ളൂ. ഇനി നോക്കൂ, ലാസ്റ്റത്തെ ഏതാണ്, എന്ത്, ദ ബോഡി ഓഫ് ഓട്ടോമേറ്റഡ് ഇമെയിൽ. ഓട്ടോമേറ്റഡ് ഇമെയിലിന്റെ ബോഡി, ദാറ്റ് മീൻസ് അതിന്റെ കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം. എന്താണ് അതിന്റെ ബോഡിയുടെ പ്രത്യേകത, ഇത് നോക്കൂ. ദ പർപ്പസ് ഈസ് ടു ഇൻഫോം. എന്താണ് ആ ഒരു മെയിലിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും പെട്ടെന്ന്, കാരണം ഈ ഓട്ടോമാറ്റഡ് റെസ്പോൺസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ, ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ, റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് മാനുവൽ ആയിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇനിയും സമയം പിടിക്കും അല്ലെ, സമയം പിടിക്കും. അപ്പൊ അതൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണത്, ഒരു ഓട്ടോമാറ്റഡ് റെസ്പോൺസ് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ പർപ്പസ് എന്താ, ദ പർപ്പസ് ഈസ്, അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതെന്തായാലും അറിയണ്ടേ, ടു ഇൻഫോം ദ ക്ലയൻസ്, അതായത് ക്ലയൻസിനെ അറിയിക്കാം. അതായത് ക്ലയന്റ് പറഞ്ഞാൽ ആരാ, നമുക്ക് ഇമെയിൽ അയച്ച ആള്, അയാൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റഡ് റെസ്പോണ്ട് അല്ലെങ്കിൽ റിപ്ലൈ അയക്കുന്നത്. അതിലൂടെ നമ്മൾ അയാളെ അറിയിക്കുകയാണ്. എന്താ അറിയിക്കുന്നത്,
ദാറ്റ് ദെയർ റിക്വസ്റ്റ് വാസ് റിസീവ്ഡ്. അവരുടെ റിക്വസ്റ്റ്, അതായത് എന്ത് അഭ്യർത്ഥനയാണോ അവർ നമുക്ക് മെയിൽ ചെയ്തത് അത് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മെയില് എന്ത് ചെയ്തിട്ടുണ്ട്? വാസ് റിസീവ്ഡ് ആൻഡ് വുഡ് പ്രൊവൈഡ് ദം എ തറോ റെസ്പോൺസ് ഷോർട്ട്ലി. വളരെ പെട്ടെന്ന് തന്നെ അവർക്കൊരു വിശദമായ റെസ്പോൺസ് ലഭിക്കും. ഇതിപ്പോൾ തൽക്കാലം ഒരു സൂചനയാണ്. എന്ത്? നിങ്ങൾ അയച്ചിരിക്കുന്ന നിങ്ങളുടെ മെയിൽ കിട്ടി, അധികം വൈകാതെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ തറോ ആയിട്ടുള്ള, ഡീറ്റെയിൽ ആയിട്ടുള്ള, ദാറ്റ് ഈസ് തറോ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെയില് വളരെ വൈകാതെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഓട്ടോമേറ്റഡ് ഇമെയിൽ റിപ്ലൈ. കാരണം രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് ഇമെയിൽ റെസ്പോൺസ് രണ്ട് വിധമുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഓട്ടോമേറ്റഡ്. ഇനി അടുത്തത് രണ്ടാമത്തേത് പേഴ്സണൽ റെസ്പോൺസ് ആണ്. രണ്ടാമത്തെ എന്താ? പേഴ്സണൽ റെസ്പോൺസ്. എന്താ ഈ പേഴ്സണൽ റെസ്പോൺസ്? നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്. അതായത് ടു റെസ്പോണ്ട് ടു ആൻ ഇമെയിൽ with a custom message that addresses the specific content and request of the sender. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു റെസ്പോണ്ട് ടു ആൻ ഇമെയിൽ, നമ്മളൊരു ഇമെയിലിനോട് പ്രതികരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമെയിലിന് നമ്മൾ മറുപടി അയക്കുകയാണ് വിത്ത് എ കസ്റ്റം മെസ്സേജ്. നമ്മൾ പ്രത്യേകമായി ഉണ്ടാക്കിയ മെസ്സേജാണ്, കോമൺ അല്ല. കസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു മെസ്സേജ്. അതും എങ്ങനെ? ദാറ്റ് അഡ്രസ്സസ് ദ സ്പെസിഫിക് കണ്ടന്റ്. നമുക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജ് ഉണ്ടല്ലോ, ആ മെസ്സേജിന്റെ കണ്ടന്റ് എന്താണോ അതിനെ അഡ്രസ് ചെയ്തിട്ട് അതിന് മറുപടി ആയിട്ട്. ഇനി അതല്ലെങ്കിൽ റിക്വസ്റ്റ് ഓഫ് ദ സെൻഡർ, നമുക്ക് മെസ്സേജ് അയച്ച നമ്മുടെ സെൻഡർ ഉണ്ടല്ലോ, എന്താണോ അയാള് നമ്മോട് റിക്വസ്റ്റ് ചെയ്ത കാര്യം അതിനുള്ള കൃത്യമായ മറുപടി. വേറെ കാര്യമൊന്നുമില്ല, അതിനുള്ള കൃത്യമായ മറുപടി. അത്തരത്തില് കൃത്യമായിട്ട് ഒരു സെൻഡർ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ടാക്കി തിരിച്ചയക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയാം. ഇൻ പേഴ്സണൽ റെസ്പോൺസിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും പേഴ്സണൽ റെസ്പോൺസിൽ പ്രാധാന്യം എന്തിനാണ്? റിമെമ്പർ ടു ഇൻക്ലൂഡ്. പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കണം. ദ സെയിം കമ്പോണൻസ് ഇൻ ദി ഓട്ടോമേറ്റഡ് ഇമെയിൽ റെസ്പോൺസ്. നമ്മൾ നേരത്തെ ഓട്ടോമേറ്റഡ് ഇമെയിൽ റെസ്പോൺസിൽ 4 കമ്പോണൻസ് പറഞ്ഞില്ലേ? ഏതൊക്കെയാ 4 ഭാഗങ്ങൾ? അതായത് ഒന്നാമത് പറഞ്ഞത് സ്യൂട്ടബിൾ സബ്ജക്റ്റ് ലൈന്, അതുപോലെ തന്നെ കണ്ടന്റ് അല്ലെ, ഓപ്പണിംഗ് ഓഫ് ദി കണ്ടന്റ്, അതുപോലെ തന്നെ താങ്ക് യു ഫ്രേസ്, പിന്നെ കണ്ടന്റ്. ഈ 4 കാര്യങ്ങൾ, അതായത് ഈ 4 കാര്യങ്ങൾ ഓട്ടോമേറ്റഡിന് മാത്രമുള്ളതല്ല. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ പേഴ്സണൽ റെസ്പോൺസ് ആകുമ്പോഴും അതിലും റിമെമ്പർ, നിങ്ങൾ ഓർക്കണം. എന്തോർക്കുക? ടു ഇൻക്ലൂഡ് ദ സെയിം കമ്പോണൻസ് ഇൻ ദി ഓട്ടോമേറ്റഡ് ഇമെയിൽ റെസ്പോൺസ്. ഓക്കെ, ഇനി ഏതൊക്കെയാണത്? ഒന്ന് ഷോർട്ടാക്കി പറയാണ്. ദേ ആർ ദ സബ്ജക്റ്റ് ലൈന്, ദ ഓപ്പണർ, ദ ബോഡി ആൻഡ് ദ എൻഡിങ്. കേട്ടോ, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ പേഴ്സണൽ റെസ്പോൺസിൽ പ്രത്യേകമായിട്ട് എന്ത് ശ്രദ്ധിക്കണം? ദ റൈറ്റർ ഹാസ്. ഈ പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതിൽ റൈറ്റർക്ക് ഹാസ് ദ ലിബർട്ടി, റൈറ്റർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഹാസ് ദ ലിബർട്ടി ടു കസ്റ്റമൈസ് ദ ഇമെയിൽ കണ്ടന്റ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് റെസിപ്പിയന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാ റെസിപ്പിയന്റിനും കൂടിയിട്ട് ഒന്നിച്ചൊരു റിപ്ലൈ കൂടെ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈച്ച് റെസിപ്പിയന്റിന്, അതായത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാക്കും? ഇമെയിൽ കണ്ടന്റ് ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ദ റൈറ്റർ ഹാസ് ദ ലിബർട്ടി. ഇവിടെ റൈറ്റർക്ക് സ്വാതന്ത്ര്യമുണ്ട്, മറുപടി അയക്കുന്ന ആൾക്ക്. ഹാസ് ദ ലിബർട്ടി ടു കസ്റ്റമൈസ്, പ്രത്യേകമായിട്ട് കേട്ടോ, ടു കസ്റ്റമൈസ് ദ ഇമെയിൽ കണ്ടന്റ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ മറുപടി കാത്തിരിക്കുന്ന ആളുകൾ അല്ലേ, അവർക്ക് ഓരോരുത്തർക്കായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള ലിബർട്ടി പേഴ്സണൽ റെസ്പോൺസിൽ റൈറ്റർക്കുണ്ട്. ഇൻ എ പേഴ്സണൽ റെസ്പോൺസ്
ഒരു പേഴ്സണൽ റെസ്പോൺസിൽ ഇൻ എ പേഴ്സണൽ റെസ്പോൺസ് ബിൽഡിംഗ് ഓഫ് എ റാപ്പോർട്ട് വിത്ത് ക്ലയൻസുമായിട്ട് ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത്, ഒരു റിലേഷൻ. റാപ്പോർട്ട് പറഞ്ഞാൽ എന്താ? ഒരു റിലേഷൻ. അപ്പൊ പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ക്ലയൻസുമായിട്ട്, കക്ഷികളുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ, ദാറ്റ് ഈസ് റാപ്പോർട്ട്, ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതിന് ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേഴ്സണലായിട്ട് അയക്കാൻ നിൽക്കുന്നത്? അതായത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മെസ്സേജ് അയക്കുന്ന ഒരാള്, ആ വ്യക്തിയെ നമ്മൾ തിരിച്ചയക്കുന്ന മെസ്സേജിലൂടെ എന്ത് ചെയ്യണം? അയാളുമായിട്ട് നല്ല ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം സെറ്റ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഈ പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ റാപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിൽഡ് ചെയ്യുക കേട്ടോ. റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക പറഞ്ഞാൽ ക്ലയൻസുമായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്യുക, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ അതുകൊണ്ട് യു മസ്റ്റ് മാസ്റ്റർ, നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ അഗ്രഗണ്യനായിരിക്കണം, നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആൻഡ് ഇഫക്റ്റീവ് എൻക്വയറി റെസ്പോൺസ്. അതായത് എൻക്വയറിക്ക്, നമ്മളോടുള്ള അന്വേഷണങ്ങൾക്ക് മറുപടി അയക്കുന്നതിന്. കാരണം നമ്മളോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു റെസ്പോൺസ്, അത് നമ്മളുടെ ക്ലയന്റിന് വായിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഇമെയിലിന് റെസ്പോൺസ്, ഇമെയിൽസ് എഴുതുന്ന കാര്യത്തിൽ നമ്മളൊരു മാസ്റ്റർ ആയിരിക്കണം, അഗ്രഗണ്യനായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ക്ലയൻസുമായിട്ട് നല്ലൊരു റാപ്പോർട്ട്, നല്ലൊരു റിലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഓപ്പണിംഗ് പാർട്ട് ഓഫ് ദി റെസ്പോൺസ് മെയിൽ. ഇനി റെസ്പോൺസ് മെയിലിന്റെ ഓപ്പണിംഗ് പാർട്ട്, റെസ്പോൺസ് മെയിലിന്റെ തുടക്കം can be framed in accordance with the need and context. അതായത് നമ്മളുടെ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മളെ ആവശ്യം, അതായത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ മെയിൽ എഴുതുന്നത്, അതുപോലെ തന്നെ ആവശ്യം എന്താ, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് പാർട്ട് നമ്മൾ ഫ്രെയിം ചെയ്യണം. കണ്ടോ? ഓപ്പണിംഗ് പാർട്ട് ഓഫ് ദി റെസ്പോൺസ് മെയിൽ ക്യാൻ ബി ഫ്രെയിംഡ് എന്തിനനുസരിച്ചിട്ട്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്, ആവശ്യത്തിനനുസരിച്ചിട്ട്. കാരണം എന്തെങ്കിലും നമ്മൾ ആവശ്യം നടക്കാനാണെങ്കിൽ അയാളെ നന്നായിട്ട് സുഖിപ്പിക്കണം. അപ്പൊ ആ രീതിയിൽ. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം, എന്ത് സന്ദർഭത്തിലാണ്, സാഹചര്യത്തിലാണ് നമ്മൾ ഈ മെയില് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംപ്രസ് യുവർ ക്ലയന്റ്, നമ്മളെ കക്ഷി ഉണ്ടല്ലോ, അതായത് റെസിപ്പിയന്റ്, അയാളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാം. അതായത് മെയിലിനകത്ത് ചിത്രം വരച്ചിട്ടല്ല, പിന്നെയോ ഇംപ്രസ് യുവർ ക്ലയന്റ് ത്രൂ എ വെൽ ക്രാഫ്റ്റഡ് ഓപ്പണിംഗ്. നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത, നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തുടക്കം. ആ തുടക്കം വായിക്കുമ്പോൾ തന്നെ അയാൾക്ക് നല്ല ഇംപ്രസ്, നല്ല മതിപ്പ് നമ്മളെ കുറിച്ച് ഉണ്ടാവണം. അതായത് നമ്മളെ കുറിച്ച് ആ മെയിൽ വായന തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗിനിങ്ങിൽ തന്നെ, കാരണം ബിഗിനിങ് എന്തായിരിക്കണം? എ വെൽ ക്രാഫ്റ്റഡ് ഓപ്പണിംഗ് ആയിരിക്കണം. അതിലൂടെ നമ്മളെ കുറിച്ചൊരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം. കഴിഞ്ഞില്ല, ആൻഡ് മേക്ക് ദ ഒബ്ജക്റ്റീവ് മോർ ഇഫക്റ്റീവ്. ഇത് ഈ മെയിൽ അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശം എന്താണോ അത് ഫലപ്രദമാക്കിയെടുക്കണം. അതിനെ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യണം? അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം. Providing the necessary details is a major element in the part. ഈ ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ളത്. പ്രൊവൈഡിങ് നെസസറി ഡീറ്റെയിൽസ് ഈസ് എ മേജർ എലമെന്റ് ഇൻ ദ പാർട്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആവശ്യമായ വിവരങ്ങളൊക്കെ നൽകണം. ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ്, കൃത്യമായിട്ടുള്ള വിവരണം നൽകുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ യു സെൻഡ് ദ ഡീറ്റെയിൽസ് നീഡഡ് ഫോർ ദ ക്ലയന്റ്. നമ്മളോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചു വരുന്ന ഒരു മെയിലാണെങ്കിൽ ആ മെയിലിന്റെ റെസ്പോൺസിൽ, മറുപടിയിൽ കൃത്യമായിട്ട് പറയണം
നമ്മളുടെ ക്ലയന്റിന് അറിയേണ്ട കാര്യങ്ങൾ, ആവശ്യമായുള്ള ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് അയച്ചു കൊടുക്കുക, അത് വ്യക്തമായിട്ട് പറയണം. ഇൻക്ലൂഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൗ യു സെൻഡ് ദ ഡീറ്റെയിൽസ് നീഡഡ് ഫോർ ദ ക്ലയന്റ്. നമ്മളുടെ ക്ലയന്റിന് നീഡഡ് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സെൻഡ് ചെയ്യും, ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കണം. ഫോളോയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ നെസസറി ഇൻഫോർമേഷൻ, അത്യാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ കംപ്ലീഷൻ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയില്ലേ, ആ ഫോളോയിങ് തുടർന്ന് ശേഷം കേട്ടോ. ഫോളോയിങ് ദി കംപ്ലീഷൻ ഓഫ് ദ നെസസറി ഇൻഫോർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ നൽകിക്കഴിഞ്ഞാൽ അതിനെ തുടർന്ന് യു ഷുഡ് റൈറ്റ് 1 or 2 സെന്റൻസസ്. അതിൻ്റെ താഴെ എന്ത് ചെയ്യണം, 1 or 2 സെന്റൻസുകളും കൂടി എഴുതണം. ഇൻ എ കൈൻഡ് ആൻഡ് അമിയബിൾ മാനർ, എങ്ങനെ, വളരെ ദയോടും സ്നേഹത്തോടും കൂടിയിട്ട്. അതായത് നമ്മളെ കുറിച്ചൊരു നല്ല ഇംപ്രഷൻ ഉണ്ടാവണം, നമ്മളൊരു നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനാണ് തോന്നുന്നതിന് വേണ്ടിയിട്ട് യു ഷുഡ് റൈറ്റ് 1 or 2 സെന്റൻസസ് ഇൻ എ കൈൻഡ് ആൻഡ് അമിയബിൾ മാനർ. ഇഫ് എ കോൾ ഓർ മീറ്റിംഗ് ഈസ് റിക്വയർഡ്, ഇനി അതല്ല ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗോ ആവശ്യമുണ്ടെങ്കിൽ കൈൻഡ്ലി സജസ്റ്റ് ഇറ്റ് ഇൻ ദ കൺക്ലൂഡിംഗ് പാർട്ട്. ഇമെയിലിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നിർദ്ദേശിക്കണം, അത് നമ്മൾ പറയണം. എന്താ കാര്യം, ഇറ്റ് എനാബിൾസ് ദ ക്ലയന്റ് ടു എക്സ്പീരിയൻസ് യുവർ പൊളൈറ്റ്നെസ്. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സെന്റൻസ് സ്നേഹത്തോടെ നല്ല രീതിയിൽ എഴുതുക, അതുപോലെ തന്നെ ഫോൺ കോളിൻ്റെയോ മീറ്റിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളുടെ ക്ലയന്റിന്, ഇറ്റ് എനാബിൾസ് ദ ക്ലയന്റ്, ഇത് ക്ലയന്റിനെ, നമ്മുടെ കക്ഷിയെ ഹെൽപ്പ് ചെയ്യും. ടു എക്സ്പീരിയൻസ് യുവർ പൊളൈറ്റ്നെസ്, നിങ്ങളുടെ പൊളൈറ്റ്നെസ്, നിങ്ങൾ എന്തുമാത്രം മാന്യനാണ്, നിങ്ങൾ എന്തുമാത്രം നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊളൈറ്റ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ക്ലയന്റിനെ, ഇനി ക്ലയന്റ് അല്ലെങ്കിൽ റെസിപ്പിയന്റിനെ സഹായിക്കും. അപ്പൊ ഇതാണ് 2 തരത്തിലുള്ള ഇമെയിൽ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണൽ റെസ്പോൺസ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റഡ് റിപ്ലൈ. അപ്പൊ ഇത് രണ്ടിനും ഓരോ എക്സാമ്പിൾ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനും ഓരോ എക്സാമ്പിളും, അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയോട് കൂടി എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു 3ാമത്തെ യൂണിറ്റ് തീരും. സോറി, 2ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തിട്ട് മുഴുവനായിട്ടും വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.